പശ്ചിമഘട്ടത്തിലെ മനോഹരമായ അതിമനോഹരമായ കുന്നിൻ പ്രദേശം. ഇവിടേക്ക് എത്തണമെങ്കിലോ ഹെയർപിൻ കർവ്സ് കയറണം. ഒന്നും രണ്ടുമല്ല, 22 ഹെയർപിൻ കർവ്സ്. ദേ നോക്കിയേ, നല്ല ഒന്നാം തരം ഹെയർപിൻ കർവ്സ് അല്ലേ. മുകളിലെത്തിയാലുള്ള ക്ലൈമറ്റ് ആണെങ്കിലോ ഒരു രക്ഷയുമില്ല. ദേ കണ്ടോ, അടിപൊളിയല്ലേ. അതെ ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം പൊന്മുടിയിലാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു ദിവസത്തെ അല്ല, 2 ദിവസത്തെ വീഡിയോയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ആദ്യത്തെ ദിവസം നമുക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താന്ന് വഴിയേ പറയാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. സിറ്റിയിൽ നിന്ന് ഏകദേശം 61 കിലോമീറ്റർ മാറിയിട്ടാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മെയിൻ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹെയർപിൻ കർവ്സ് തന്നെയാണ്. മനോഹരമായ 22 ഹെയർപിൻ കർവ്സ്. വന്യജീവികൾ പ്രകൃതിദത്തമായി ജീവിക്കുന്നതിന് നടുവിലൂടെയാണ് നമ്മുടെ ഈ ഹെയർപിൻ കർവുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് അനിമൽ ക്രോസിംഗിന്റെയും അപകട മേഖലയാണെന്നുള്ളതിന്റെയും ജാഗ്രത പാലിക്കണം എന്നുള്ളതിന്റെയും ഒക്കെ ബോർഡ്സ് കാണാൻ കഴിയും. അടുത്ത അട്രാക്ഷൻ ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. വർഷം മുഴുവൻ വളരെ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇവിടെയുള്ളത്. എപ്പോഴും മൂടൽ മഞ്ഞോ അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴയോ ഒക്കെയാണ് ഈ പ്രദേശത്ത് ഉണ്ടാവുക. വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഭയങ്കരമായ മഴയോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ചൂടോ ഒക്കെ ഉണ്ടാവാറുള്ളത്. അടുത്ത അട്രാക്ഷൻ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് പൊന്മുടി എന്നുള്ളതാണ്. പോകുന്ന വഴിക്കാണെങ്കിലോ മനോഹരമായ തേയിലത്തോട്ടങ്ങളും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ കഴിയും. ആകാശം കണ്ടോ, നല്ല കാർമേഘമുണ്ട്. ഞങ്ങൾ ഏകദേശം മുകളിലേക്ക് എത്താറായി. അപ്പോഴാണ് മുകളിലെ ക്യാൻറ്റീനിൽ റിനോവേഷൻ വർക്ക് നടക്കുകയാണെന്നറിഞ്ഞത്. എന്നാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നോർത്താണ് ഈ കടയിലേക്ക് ഇറങ്ങിയത്. സ്കൂട്ടി സൈഡാക്കി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ ഒരു മാഗിയും കഴിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് പേരയ്ക്ക, കാരയ്ക്ക, ചാമ്പയ്ക്ക, മാംഗോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷേ അപ്പോഴേക്കും കാർമേഘം നന്നായി ഇരുണ്ടു കൂടുന്നുണ്ടായിരുന്നു. മഴ എപ്പോ വേണമെങ്കിലും പെയ്യാമല്ലോ എന്ന് ചിന്തിച്ച് തീരും മുൻപ് തന്നെ മഴ പെയ്തു തുടങ്ങി. നല്ല അടിപൊളി മഴ, ഒരു രക്ഷയുമില്ല. ഞങ്ങൾ എന്നാലും മഴയും നനഞ്ഞ് തന്നെ മുകളിലേക്ക് പോയി തുടങ്ങി. ഇത്രയും ഹെവി റെയിൻ ഉണ്ടാവും എന്ന് ഞങ്ങൾ ചിന്തിച്ചതേയില്ല. അയ്യോ, പെട്ടുപോയി. അങ്ങനത്തെ മഴയായിരുന്നു. എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനി എന്തായാലും മുകളിൽ എത്തിയിട്ട് നോക്കാം എന്ന് തന്നെ കരുതി ഞങ്ങൾ നേരെ മുകളിലേക്ക് തന്നെ പോയി. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുകളിലെത്തി. ദേ പൊന്മുടിയുടെ ബോർഡൊക്കെ കണ്ട് മുകളിലേക്ക് എത്തി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സമാധാനമായത്. കാരണം ഞങ്ങൾ മാത്രമല്ല ഗൈസ്, അവിടെയുള്ള എല്ലാവരും നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു സന്തോഷമായി. അങ്ങനെ ഞങ്ങളും മഴയത്തിറങ്ങി നടക്കാൻ തുടങ്ങി. മഴയെന്നൊക്കെ ചുമ്മാ പറഞ്ഞാ പോരാ, അന്യായ മഴയാണ്. ദേ കണ്ടോ, ഞങ്ങള് അവിടെ ഇരുന്നിട്ടാണെങ്കിൽ നനഞ്ഞ് തണുത്ത കാറ്റും കൂടെ ഒക്കെ ആയപ്പോ വിറച്ചു പോവുമായിരുന്നു. അങ്ങനത്തെ മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കൽ അധികം നടന്നില്ലെങ്കിലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കിടന്ന് കളിച്ച് കുളിച്ച് വെള്ളത്തിൽ കൂടെ ഓടിച്ചാടി നല്ല രസമായിരുന്നു. സത്യത്തില് തണുത്തിട്ട് വിറച്ചു തുടങ്ങിയപ്പോഴാണ് തിരിച്ചു പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. വീഡിയോ എടുക്കൽ എന്തായാലും നടന്നില്ല. അതിനായി വേറൊരു ദിവസം വരാം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോരാൻ തുടങ്ങി. പക്ഷെ വീഡിയോ എടുക്കാൻ ഉടനെ തന്നെ വരണമെന്ന് നിശ്ചയിച്ചിരുന്നത് കൊണ്ട് ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോ വീഡിയോ എടുക്കാൻ പിന്നെയും പോയി പൊന്മുടിയിലോട്ട്. അപ്പോ ഇതു മുതല് നമ്മുടെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ആയുഷിനൊപ്പം അമലും സാരംഗുമുണ്ട്. ഇന്ന് പോകുന്ന വഴിക്കൊക്കെ നോക്കുമ്പോ അവിടെ മുകളില് നല്ല ക്ലൈമറ്റ് ആണെന്നാ തോന്നുന്നത്. ആകാശം കാണുന്നില്ലേ, എന്ത് ഭംഗിയായിട്ടാ കിടക്കുന്നതെന്ന് നോക്കിയേ. പ്ലസന്റ് ആയ നല്ല തെളിഞ്ഞ ഒരു ദിവസം ആയിരിക്കും എന്ന് കരുതിയാണ് ഞങ്ങൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് മുകളിലെത്തും തോറും കംപ്ലീറ്റ് മൂടൽ മഞ്ഞാണ് ഗൈസ്. ദേ കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുവാണ്. സത്യത്തില് കാറ്റടിച്ച് മൂടൽ മഞ്ഞിങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിലെ ഓരോ പിക്ചേഴ്സും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് മൂടൽമഞ്ഞായിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ KSRTC ബസ് വന്നത്. ഇവിടേക്ക് KSRTC ബസ് സർവീസ് ഉണ്ട്. ബസ്സിൽ തന്നെ നമുക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അത്ര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു.
ഞങ്ങള് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ മേടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പൊന്മുടിയിലേക്ക്, അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കപ്പയും പെറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ച് പ്ലാസ്റ്റിക് അവിടെ ഇടാൻ പാടില്ലാത്തതിനാൽ എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് ബാഗിലാക്കി ഞങ്ങൾ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇതേ കണ്ടോ, ഫ്രണ്ടിൽ ഫുള്ള് മലയാണ്, പക്ഷെ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റില്ല. കാറ്റടിച്ച് മഞ്ഞ് മാറുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലെ ഓരോ മലകളും നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇതേ നോക്കിയേ, മൂടൽ മഞ്ഞ് മെല്ലെ മെല്ലെ മാറുന്നത് നമുക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നതെന്ന്. ഇപ്പൊ കണ്ടോ, അത് കംപ്ലീറ്റ് കാറ്റടിച്ച് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാല് എപ്പോഴും, അതായത് ഒരു 99% ടൈമിലും നല്ല ക്ലൈമറ്റ് കിട്ടുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ആണ് നമ്മുടെ പൊന്മുടി എന്ന് പറയുന്നത്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഇവിടെ നമുക്ക് ഭയങ്കര മഴയോ അല്ലെങ്കിൽ ഭയങ്കരമായ ചൂടോ ഒക്കെ ഉണ്ടാവാറുള്ളത്. എപ്പോ വേണമെങ്കിലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് പൊന്മുടി. വിതുരയ്ക്കടുത്തായിട്ടാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടാണെങ്കിൽ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസും അല്ലാതെ റിസോർട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് തന്നെ നമ്മൾ പൊന്മുടി കാണണം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ്ലി മൂടൽ മഞ്ഞിൽ കിടക്കുന്ന പൊന്മുടിയെ നമുക്ക് കാണാൻ സാധിക്കൂ. പിന്നെ പൊന്മുടിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കായി, പൊന്മുടിയിലേക്ക് വരാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് എടുക്കത്തില്ല അവര്, ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉള്ളതിനാൽ അവര് തന്നെ നമുക്ക് വൈഫൈ തരും. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് കൊടുക്കാൻ പറ്റത്തില്ല. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതും കൂടെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് പൊന്മുടിയിലേക്ക് എത്താൻ. മുകളിലെത്തിയാൽ ഇവിടെ വിശാലമായ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. വലിയ വാഹനങ്ങളായാലും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പൊന്മുടിയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പായിട്ട് വന്നാലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ KSRTC ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവസാനത്തെ ബസ് പൊന്മുടിയിൽ നിന്ന് തിരിച്ചു പുറപ്പെടുന്നത് വൈകിട്ട് 6 മണിയോടുകൂടെയാണ്. ഈ ഹെയർ പിൻ കർവ്സിലൂടെയൊക്കെ ആനവണ്ടി പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫേമസ് ആയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് കല്ലാറും ഇവിടുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടവും ഒക്കെ. ഇവിടെ മുകളിലായിട്ട് ഒരു ക്യാൻറ്റീനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. പക്ഷെ ക്യാൻറ്റീനിൽ ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. ഉടനെ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലൈഫിൽ ഒത്തിരി ടെൻഷൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ്ഡ് ആണെന്ന് തോന്നുമ്പോൾ ഒന്ന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണിവിടെ. ഇവിടുത്തെ തണുത്ത കാറ്റും ശാന്തമായ വായുവും ഉറപ്പായിട്ടും നമ്മളെ കാമാക്കും. ഇവിടെ വന്ന് കുറച്ചു നേരം വെറുതെ ഇരുന്നാൽ തന്നെ എന്തൊരാശ്വാസമാണെന്നറിയാമോ മനസ്സിനും ശരീരത്തിനും. നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ പ്രകൃതിയോളം കഴിവുള്ളത് മറ്റാർക്കാണ്. അപ്പോൾ സമയം കണ്ടെത്തി നിങ്ങളും ഉറപ്പായിട്ടും വരാൻ ശ്രമിക്കുക പൊന്മുടിയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണം. Stay tuned for next video and thanks for watching. Bye bye.